നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ട്ടോ നമ്മളിതേ നേരെ കോളേജിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് നമുക്ക് ലീവായിരുന്നു ട്ടോ. അതിന്റെ ഒരു പ്രശ്നം സത്യത്തിലുണ്ട്. കാരണം നമുക്ക് അത്രയും ദിവസം ലീവ് കിട്ടിയിട്ട് പിന്നെ നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ്. എസ്പെഷ്യലി ഈ സമയത്ത് ഒടുക്കത്തെ തണുപ്പാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ എനിക്കിപ്പോൾ ഭയങ്കര മടിയായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു ദിവസം വെറുതെ ലീവ് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കോളേജിലേക്ക് വന്ന്. അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ആ ഒരു ടൈമിൽ തന്നെ വരുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു. പിന്നെ അവിടെ കോളേജിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്ന് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളുടെ തേർഡ് ഇയർ ബാച്ചിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവര് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ പേപ്പേഴ്സും സ്റ്റാറൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ക്ലാസ്സിൽ ചെന്ന് അവിടെ ചെന്ന് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ? വെറുതെ പറ്റാത്ത പണിയാണ് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതെപ്പോഴും ഞാനവിടെ മിക്കപ്പോഴും ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ സാധനം അവിടെ എപ്പോഴും നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. ഇപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് കുറച്ചും കൂടെ പഠിപ്പിക്കുന്നത്. സോ ഇതവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഫിലിമിന് പോയിട്ട് നമ്മുടെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ 'സർവ്വമായ' എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നല്ല കിടിലൻ മൂവിയാണ് ട്ടോ. എല്ലാരും പോയി കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്നും കടന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ചുരുക്കം ചിലര് മാത്രമാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അല്ലേ. എനിക്കൊരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ എല്ലാരും പോയി കാണണമെന്നേ ഞാൻ പറയുള്ളൂ ട്ടോ. നിവിൻ പോളിയുടെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയതാണ്. ചുമ്മാ പോയതാണ്. വല്ലപ്പോഴൊക്കെ ഒരു എന്താ പറയുക ഇന്റർവെല്ലൊക്കെ വേണ്ടേ നമുക്ക് എപ്പോഴും ഈ ജോലി തന്നെ ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല. അവിടുത്തെ ഓരോ ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. പിന്നെ അത് മാത്രമല്ല ഓരോ ബിൽഡിങ്സിനും ഓരോ കഥകൾ പറയാനായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ പോകാനായിട്ട്. അങ്ങനെ നമ്മള് അവിടെ പോയി ഇപ്പഴാണെന്നുണ്ടെങ്കിൽ പോലും കൊച്ചിയിൽ നമ്മുടെ നമ്മളുടെ ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ചിട്ട് കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ നമ്മുടെ സീഗളില് പോയായിരുന്നു. ഞാനിവിടെ ഫോർട്ട് കൊച്ചിയില് വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും വരുന്നൊരു പ്ലേസാണ് ട്ടോ സീഗള്. അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ പിന്നെ നമ്മ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നേ.